എൻ്റെ പേര് രാജേഷ് എന്നാണ്. ഞാൻ കുറച്ച് നാൾ സൊമാറ്റോ ഓടാൻ തീരുമാനിച്ചു. സോ അതെന്തിന് ഇപ്പോൾ വീഡിയോ ചെയ്തു. സോ അതല്ല ഇപ്പോഴത്തെ ട്രെൻഡ്. ഒരുപാട് ആൾക്കാർ സൊമാറ്റോ ഓടുന്നു. അതെല്ലാം നമ്മൾ യൂട്യൂബിൽ കാണുന്നു. ഏണിങ്സ് കിട്ടുന്നുണ്ടോ ഇല്ലയെന്നൊക്കെ ചെക്ക് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ഇറങ്ങണോ വേണ്ടേ എന്ന് പറഞ്ഞ് വീട്ടിൽ ഇരിക്കുന്നു. ഞാൻ 2021 വരെ സൊമാറ്റോ ഓടിയ ഒരു വ്യക്തിയാണ്. പണ്ടത്തെ സൊമാറ്റോയുടെ ഒരു എയർലി എംപ്ലോയി എന്നൊക്കെ പറയാം. എന്നിട്ട് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ട്രേഡിങ്ങിലേക്ക് തിരിഞ്ഞു. എന്നിട്ട് എൻ്റെ ഒരു പേഴ്സണൽ സ്പേസ് ഞാൻ ആ ഒരു മേഖലയിലേക്ക് എത്തിച്ചു. എന്നിട്ട് ഞാനങ്ങ് സ്റ്റോപ്പ് ചെയ്തു സൊമാറ്റോ. എന്നിട്ട് ഞാൻ ഇടയ്ക്ക് സൊമാറ്റോ ഇറങ്ങാറുണ്ട്. സൊമാറ്റോയിൽ എന്തൊക്കെ ചേഞ്ച് വരും. പിന്നെ വീട്ടിൽ ഇരുന്ന് ബോറടിക്കുന്ന സമയത്ത്, കാരണം സൊമാറ്റോ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫ്രീ ആയിട്ട് സിറ്റി മൊത്തം അവരെന്നെ കാണിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ ഞാൻ പറയണമെന്നുണ്ടെങ്കിൽ, ഇന്നലെ ഒരു ഓർഡറിന് ഏകദേശം അറൗണ്ട് 15 കിലോമീറ്റർ കഴിഞ്ഞിട്ടാണ് ഞാൻ കൊടുത്തത്. അപ്പോൾ അതിനുള്ളൊരു ഇത് മനസ്സിലാവുള്ളൂ. അത് രാത്രി 10 മണിക്കാണ് അടിക്കുന്നത്. 10 മണിക്ക് 11 കിലോമീറ്റർ അല്ലെങ്കിൽ 15 കിലോമീറ്റർ ഒക്കെ അടിച്ചു വിടുമെന്ന് പറഞ്ഞാൽ രാത്രി അത്രയും ത്രില്ലിൽ നമ്മൾ കൊണ്ടുപോയി അവരൊറ്റ ഓർഡർ കൊടുക്കുന്നതിനൊക്കെ ഒരു നല്ല സുഖമുണ്ട്. അതായത് ഇപ്പോൾ ഓൾമോസ്റ്റ് കഴിഞ്ഞൊരു 2 ആഴ്ച കൊണ്ട് ഞാൻ തിരുവനന്തപുരം സിറ്റി ഏകദേശം കംപ്ലീറ്റ് കവർ ചെയ്തു. കുറേ നാളായിട്ട് വീട്ടിൽ തന്നെ ഇരിക്കുന്ന എനിക്ക് തിരുവനന്തപുരം സിറ്റിയുടെ ഓരോ മുക്കും മൂലയൊക്കെ എന്നെ ഫ്രീ ആയിട്ട് കാണാനായിട്ട് സൊമാറ്റോ ഹെൽപ്പ് ചെയ്തു. പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ പല ഹോട്ടൽസ് ഇപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ വീട്ടിൽ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഇടയ്ക്ക് കുക്കിംഗ് ട്രൈ ചെയ്യും. പക്ഷേ ഇപ്പോൾ സമയം കിട്ടാറില്ലാത്തതുകൊണ്ട് പല ഹോട്ടലിൽ നിന്നായിരിക്കും കഴിക്കുന്നത്. അപ്പോൾ പോകുന്ന വഴിക്ക് സൊമാറ്റോ ഓടുന്നത് കൊണ്ട് തന്നെ ഞാൻ പല ഹോട്ടൽസിൽ നിന്നായിരിക്കും ട്രൈ ചെയ്യുന്നത്. നമുക്ക് എന്താ അത് നോക്കാം. സോ എന്തെങ്കിലുമൊക്കെ തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. കാരണം ഞാൻ ഇങ്ങനൊരു വ്ളോഗ് ഇതിനു മുമ്പ് ചെയ്തിട്ടില്ല. ഞാൻ നോർമലി ട്രേഡിങ്ങും കാര്യങ്ങളും അങ്ങനെയുള്ള വ്ളോഗ്സും കാര്യങ്ങളൊക്കെയാണ് ഞാൻ ചെയ്യാറ്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം. സോ നമുക്ക് പോകെ നമുക്കതൊക്കെ പരിചയപ്പെടാം. ദേ ഇരിക്കുന്ന ഒരു ഫോണ്. ഇത് ഞാനിവിടെ ഒരു ടാസ്ക് ചെയ്യാൻ റണ്ണാക്കി വച്ചിട്ട് പോവാണ്. കാരണം സൊമാറ്റോ ഞാൻ ഓടിയിട്ട് വരുമ്പോഴത്തേക്കും ഇത് റണ്ണായിട്ടിരിക്കും. ഇത് ഓൾറെഡി ക്രിപ്റ്റോയിൽ എയർ ഡ്രോപ്പ് എന്നൊക്കെ പറയും. ഫ്രീ ആയിട്ട് കിട്ടുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. സോ അതിവിടെ റണ്ണായിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും നമുക്ക് നോക്കാം. അത്യാവശ്യം റാങ്കിലൊക്കെ എത്തിയിട്ടുണ്ട്. നമുക്കിനി ഉടനെ ലിസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ ട്രേഡിംഗ് ആയിട്ട് നമ്മൾ കുറേ ആൾക്കാർ പറയും ട്രേഡിംഗ് മെയിൻ പ്രൊഫഷനായിട്ട് വീട്ടിൽ ഇരിക്കുകയാണ്. പക്ഷേ എത്രയൊക്കെ ഒരു ട്രേഡറിൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും. കാരണം മിക്ക സമയത്തും ഒറ്റയ്ക്കാണ്. പിന്നെ നമ്മൾ എടുക്കുന്ന ഒരു ഡിസിഷൻ അനുസരിച്ചിരിക്കും നമുക്ക് പ്രോഫിറ്റ് കിട്ടുമോ ലോസ് കിട്ടുമോ എന്നുള്ളത്. സോ നമ്മളെ ആ ഒരു ഡിസിഷൻ എന്ന് പറയുന്നത് ചില സമയത്ത് ഭ്രാന്തായിട്ട് എടുക്കുന്ന ഒറ്റ ഡിസിഷൻ മതി കംപ്ലീറ്റ് അടിച്ചു പോകാനായിട്ട്. പിന്നെ പല കാര്യങ്ങളും അതിൽ ശ്രദ്ധിച്ചൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ. പക്ഷേ എത്രയൊക്കെ ചെയ്താലും ഈ പുറത്തോട്ടൊരു മിംഗ്ലിങ്ങോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ വരുമ്പോൾ നമുക്ക് തന്നെ ഒരു മൂഡോട്ട് വരും. നമുക്ക് തന്നെ ഈ ഫീൽഡ് നമ്മൾ ചൂസ് ചെയ്തതാണോ, അല്ലെങ്കിൽ നമുക്ക് ഈ ഫീൽഡ് തന്നെ മതിയോ എന്നൊക്കെ തോന്നിപ്പോകും. അത് എല്ലാ ട്രേഡറിനൊക്കെ ഉണ്ടായിരുന്ന ഒരു കാര്യമാണ്. എല്ലാവർക്കും അങ്ങനെ ഒരു ട്രേഡിംഗ് മേഖലയിൽ ഫുൾ ടൈം ആയിട്ട് ഇരിക്കാൻ ആഗ്രഹിക്കുന്ന ആളുടെ അങ്ങനെ വരും. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് ഇൻവെസ്റ്റിംഗ് പിടിക്കാം. അപ്പോൾ ഇൻവെസ്റ്റിംഗ് പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ഒരു ഫണ്ട് അവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് കുറച്ച് നാളത്തേക്ക് നമ്മൾ ചുമ്മാ ഇരിക്കണം. അല്ലെങ്കിൽ നമ്മൾ ആ ഫണ്ടിലേക്ക് തൊടാൻ പാടില്ല. അപ്പോൾ നമുക്കൊരു മെയിൻ സ്ട്രീം ജോലി ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പണി കിട്ടും. അപ്പോൾ നമുക്ക് കുറച്ച് നിത്യോപയോഗ ചെലവിനും നമ്മുടെ കുറച്ച് ഫുഡ് എക്സ്പെൻസ് പേഴ്സണൽ ആവശ്യത്തിനെല്ലാം സൊമാറ്റോ എന്ന് പറയുന്നത് വലിയൊരു ബേർഡൻ ഇല്ലാത്ത കാര്യങ്ങളാണ്. കാരണം നമുക്കിപ്പോൾ പെട്ടെന്ന് ഓഫ് ചെയ്യണമെങ്കിൽ ഓഫ് ചെയ്യാം, അല്ലെങ്കിൽ ഇന്നിപ്പോൾ ഇറങ്ങണ്ടെങ്കിൽ ഇറങ്ങണ്ട, അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു അത്യാവശ്യം വന്നു എടാ ബാ നാളെ എറണാകുളത്ത് പോകാം, അങ്ങനെയാണ് നമുക്ക് ഓഫ് ചെയ്തിട്ട് ഇറങ്ങാം. കുറച്ച് പെനാൽറ്റി കാര്യങ്ങൾ ചെറിയ അത്ര മാത്രമേ വരത്തുള്ളൂ, അല്ലാതെ വേറെ ഇഷ്യൂ ഒന്നും വരത്തില്ല. അപ്പോൾ സൊമാറ്റോയിൽ ഞാൻ കാണിച്ചു തരാം എങ്ങനെ. സൊമാറ്റോ ജോയിൻ ചെയ്യാൻ താല്പര്യം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി, ഞാൻ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. സോ സൊമാറ്റോ വളരെ സിമ്പിളാണ്. ഇപ്പോൾ തിരുവനന്തപുരം എറണാകുളം മെയിനായിട്ടുണ്ട്. പിന്നെ പല സിറ്റീസിലും സൊമാറ്റോ സ്വിഗ്ഗിയൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ ഇടയ്ക്ക് സ്വിഗ്ഗി ഓടി നോക്കി. പക്ഷേ എനിക്ക് സൊമാറ്റോ പണ്ട് മുതലേ ഓടിയത് കൊണ്ടായിരിക്കും എനിക്ക് സ്വിഗ്ഗി ഓക്കെയാണ്, പക്ഷേ എനിക്ക് സൊമാറ്റോ ആണ് ഇഷ്ടപ്പെട്ടത്. അതുകൊണ്ട് മാത്രമേ ഞാൻ സൊമാറ്റോയുടെ പുറകെ നടക്കുന്നത്. അപ്പോൾ ഇതാണ് സൊമാറ്റോയുടെ ആപ്പ്. സോ നിങ്ങളെല്ലാവരും കണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇപ്പം ഇവിടെ പുറത്ത് മഴയൊന്നുമില്ല, പക്ഷേ ട്രിവാൻഡ്രം സിറ്റിയിൽ മഴയുണ്ട്. അപ്പോൾ ഒരു 20 രൂപ എക്സ്ട്രാ പെർ ട്രിപ്പ് ഇട്ടിട്ടുണ്ട്. ഇവിടെ എൻ്റെ വീട്ടിൽ വളരെ കുറവാണ് ഓർഡർ അടിക്കുന്നത്, പക്ഷേ എനിക്ക് ലോഗിൻ ആവാൻ പറ്റും. സോ ഇവിടെ പല ഹോട്ടൽസ് ഇവിടെ കാണിക്കുന്നുണ്ട്. ഇത് വെള്ളായണി, പിന്നെ പ്രാവശ്യമ്പലം, നേമം, അങ്ങനെയൊക്കെയുള്ള കുഞ്ഞു ഹോട്ടൽസ്. പക്ഷേ ഇവിടെ ഒന്നും എനിക്ക് ഓർഡർ അടിക്കത്തില്ല. എനിക്ക് സിറ്റി പോയാലേ കാര്യമുള്ളൂ. ഞാൻ സിറ്റിയിലോട്ട് പോകുന്നുണ്ട്. ഞാനിപ്പോൾ ഇറങ്ങാൻ നിൽക്കുവാണ്. ഞാൻ 9 മണിക്ക് ഇത് ലോഗിനായി. സോ 9 മണിക്ക് ഇടയ്ക്ക് ഓർഡർ കിട്ടണമെങ്കിൽ ഞാൻ ലോഗിനാവും. സോ ഇനി പേ ഔട്ട് നോക്കുകയാണെങ്കിൽ ഇന്ന് 0 ആണ്. കഴിഞ്ഞ ചൊവ്വാഴ്ച എനിക്ക് 700 സംതിങ് കിട്ടിയിട്ടുണ്ട്. ഇതെൻ്റെ റൈറ്റ് കാർഡാണ്. കഴിഞ്ഞ ആഴ്ച വരെ എനിക്ക് ചെറിയ റൈറ്റ് കാർഡാണ് ഇട്ടിരുന്നത്. 9 ഓർഡറിൽ അറൗണ്ട് 175 രൂപ ഫസ്റ്റ് ഇൻസെൻറ്റീവ്. ഞാൻ അത് നോക്കിയാണ് ഓടുന്നത്. പക്ഷേ ഇപ്പോൾ എനിക്ക് വലിയ റൈറ്റ് കാർഡാണ് ഇട്ടിട്ടുള്ളത്. അറൗണ്ട് 16 ഓർഡർ കംപ്ലീറ്റ് ചെയ്താലേ 250 കിട്ടത്തുള്ളൂ. 6 ജിഗ് കംപ്ലീറ്റ് ചെയ്യണം. 21 അടിച്ചു കഴിഞ്ഞാൽ 355, അടിച്ചു കഴിഞ്ഞാൽ 675. സോ ഇന്നലെ എനിക്ക് 16 കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഞാൻ അത്രയും വെച്ച് സ്റ്റോപ്പ് ചെയ്തു. മെനങ്ങാന്ന് ഞാൻ അറൗണ്ട് 800 ഫുൾ അടിച്ചു. അതായത് ടോട്ടൽ കയറിയിട്ടുണ്ട്. 25 ഓർഡർ ഞാൻ കംപ്ലീറ്റ് ചെയ്തായിരുന്നു. ഞാൻ രാവിലെ ഒരു 9 മണി തൊട്ട് നിന്ന് രാത്രി ഒരു 12 മണി തൊട്ട് അങ്ങ് നിന്നായിരുന്നു. അപ്പോൾ വീക്കിലി നോക്കിക്കഴിഞ്ഞാൽ മെനങ്ങാന്നാണ് എനിക്ക് അത്യാവശ്യം ഒരു പേയ്മെൻറ്റ് കിട്ടിയിട്ടുള്ളത്. ഇന്നലെ കുറവാണ് പേയ്മെൻറ്റ്. അപ്പോൾ എന്തായാലും ഇന്ന് എത്ര പേയ്മെൻറ്റ് കിട്ടും, എവിടെ ഓർഡർ അടിക്കും, എങ്ങോട്ട് പോകുന്നു ഒരു പിടുത്തവുമില്ല. എന്തായാലും നമുക്കൊരു ട്രിപ്പ് പ്ലാൻ ചെയ്യാം. തിരുവനന്തപുരം സിറ്റി എങ്ങനെ ഉണ്ടെന്നൊക്കെ നോക്കാം. സോ അടുത്ത ഓണത്തിൻ്റെ ഇത്രയും ദിവസം ഞാൻ എന്തായാലും പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാ സ്ലോട്ടും ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇടയ്ക്കിടയ്ക്ക് ഏതെങ്കിലുമൊക്കെ സ്ലോട്ട് വരണമേ എന്നാണ് എൻ്റെ പ്രാർത്ഥന. 1-2 സ്ലോട്ട് രാത്രിയൊന്നും എനിക്ക് ഇറങ്ങാൻ വയ്യ.
12 മണിക്ക് ശേഷം ഞാൻ നിൽക്കത്തില്ല. പണ്ട് നിന്നിട്ടുണ്ടായിരുന്നു 2 മണി വരെയൊക്കെ. അന്ന് ജിഗ്ഗൊന്നും അല്ലായിരുന്നു. അന്ന് നോർമലായിരുന്ന സമയത്ത് നമുക്ക് കയറിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇവർ അത്യാവശ്യം നല്ല സ്റ്റാർ ഇട്ട് തന്നിട്ടുണ്ട്. ഈ സ്റ്റാർ വെച്ച് തന്നെ നമുക്ക് അടുത്ത ലെവൽ കയറാം. ഞാനിപ്പോൾ ഓൾറെഡി സിൽവറിലാണ് നിൽക്കുന്നത്. എനിക്ക് ഡയമണ്ട് എത്തിയാലും കുഴപ്പമൊന്നുമില്ല, വേണമെങ്കിൽ എത്തട്ടെ. സോ ഇപ്പോൾ സിൽവറിലാണ് നിൽക്കുന്നത്. 3 ജിഗ് ഇപ്പോൾ ഇതുവരെ കഴിഞ്ഞു. ഇതുവരെ ഒരു ഓർഡറും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. സോ പൊന്നോണം സ്പെഷ്യൽ 32,000 എന്നൊക്കെ പറഞ്ഞ് ഇടുന്നുണ്ട്. ഇതൊക്കെ കിട്ടുമോ ഇല്ലെന്നൊന്നും എനിക്കറിയില്ല. നമുക്ക് എന്തായാലും നോക്കാം. അപ്പോൾ ഞാൻ ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ 11:55 ഇപ്പം ഇറങ്ങിയ ടൈം. ഇത് എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള വഴിയാണ്. കുറച്ച് ലേറ്റായിപ്പോയി. എന്തായാലും നമുക്ക് പെട്ടെന്ന് റഷ് ചെയ്യാം. സോ വണ്ടിയിൽ എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് നമുക്കിപ്പോൾ നോക്കാം. വണ്ടിയിൽ ഇപ്പോൾ 15,841 കിലോമീറ്ററിൽ നിൽക്കുവാണ്. സോ നമുക്ക് ട്രിപ്പ് സെറ്റ് ചെയ്യാം. ട്രിപ്പ് ഞാൻ 0 ആക്കുവാണ്. ഇന്നലെ അറൗണ്ട് 170 കിലോമീറ്റർ ഓടി. അതിൻ്റെ പേഴ്സണൽ ആവശ്യം 1-2 ഉണ്ടായിരുന്നു. അതിൻ്റെ പുറകെ പോയി ട്രിപ്പ് 0 ആക്കിയിട്ടുണ്ട്. 11:55. സോ ഒരു ഓർഡർ പോലും എനിക്ക് ഇതുവരെ അടിച്ചിട്ടില്ല. നല്ല ലുക്കുണ്ട് കാണാനായിട്ട്. എന്തായാലും അങ്ങനെ ഫസ്റ്റ് ഓർഡർ കംപ്ലീറ്റ് ചെയ്തു. സോ ഫസ്റ്റ് ഓർഡർ നമ്മൾ അടിപൊളിയായിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. എറൗണ്ട് ഒരു 4 കിലോമീറ്റർ ഒരു 50 രൂപ അടുപ്പിച്ച് പേയ്മെൻറ്റും കിട്ടി. ഉച്ചവരെയുള്ള ഷിഫ്റ്റും കഴിഞ്ഞായിരുന്നു. എനിക്ക് 3 മണിക്കാണത് കഴിഞ്ഞത്. അത് കഴിഞ്ഞ് ഞാൻ കുമാർ കഫേയിൽ കയറി ഫുഡ് കഴിച്ചു. ഇപ്പോൾ ഫ്രീ ഉള്ള ഈ ഒരു ടൈമിൽ ശ്രീവിരാഹം കുളത്തിൽ വന്നിരിക്കുവാണ്. ജസ്റ്റ് ഒരു 15-20 മിനിറ്റ് അത്ര മാത്രമേ ഉള്ളൂ. ഈ ഒരു കുളവും വ്യൂവും ഒക്കെ അടിപൊളിയാണ്. കാരണം തിരുവനന്തപുരത്തിലെ ഏറ്റവും വലിയ കുളമാണ്. തിരുവനന്തപുരത്തിലല്ല, കേരളത്തിലെ ഏറ്റവും വലിയ കുളമെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അടുത്ത 4 മണിക്കാണ് നമുക്ക് അടുത്ത ഷെഡ്യൂൾ തുടങ്ങുന്നത്. സോ നമ്മളെന്തായാലും 4 മണിയാകുമ്പോൾ വീണ്ടും ലോഗിൻ ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് കംപ്ലീറ്റ് ചെയ്തു ഒരു ദിവസം. സോ ഒരു ദിവസം കംപ്ലീറ്റ് സൊമാറ്റോ, അതായത് രാവിലെ 9 ടു രാത്രി 12 മണി. അതിൽ 9 എന്ന് പറയുന്നത് 11:30 കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് ഫസ്റ്റ് ഓർഡർ അടിച്ചത്. സോ നമുക്ക് 11 കഴിഞ്ഞ് നോക്കാം. സോ 11 തൊട്ട് രാത്രി 12 വരെ. സോ ഏകദേശം എനിക്ക് ഇന്നലെ ഒരു 1 അവർ എനിക്ക് ഓഫ് ഉണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ വീട്ടിലെത്തിയപ്പോൾ തന്നെ രാത്രി ഒരു 1 മണിയായി. 1 മണിയായപ്പോൾ വന്നപ്പോൾ തന്നെ ഇവിടെ കറണ്ടൊന്നും ഇല്ലായിരുന്നു. സോ അതുകൊണ്ടാണ് പിന്നെ രാത്രി ഞാൻ ഷൂട്ട് ചെയ്യാത്തത്. പിന്നെ രാവിലെ ഷൂട്ട് ചെയ്യാമെന്ന് വെച്ചു.
സോ അങ്ങനെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞായിരുന്നു. അപ്പോൾ ടോട്ടൽ എൻ്റെ ഏർണിങ്സ് എന്ന് പറയുന്നത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് എൻ്റെ ടോട്ടൽ ഏർണിങ്സ്. 1829 രൂപ, 25 ഓർഡേഴ്സ്. ടോട്ടൽ എനിക്ക് എക്സ്ട്രാ മഴ ഉള്ളതുകൊണ്ട് സർജ് പേ ആയിട്ട് ഒരു 95 രൂപ കിട്ടി. കസ്റ്റമർ ടിപ്പായിട്ടൊരു 125 രൂപ എനിക്ക് ഓൺലൈനായിട്ട് കിട്ടി. അല്ലാതെ ഓഫ്ലൈനിലൊരു 50-60 രൂപ കിട്ടി കാണുമെന്ന് തോന്നുന്നു. പിന്നെ കംപ്ലീറ്റ് ചെയ്തു, ഫുൾ ഓർഡർ കംപ്ലീറ്റ് ചെയ്തു. 675 കിട്ടിയിട്ടുണ്ട്. സോ 25 ഓർഡേഴ്സ്. ലാസ്റ്റ് സൊമാറ്റോടാണ് താങ്ക്സ് പറയാനുള്ളത്. കാരണം ലാസ്റ്റ് മൊമെൻറ്റിൽ, അതായത് ലാസ്റ്റ് ഞാൻ എടുത്ത ഓർഡേഴ്സ് കേട്ടോ 10:54, 11:08, 11:18, 11:40. സോ ഈ ഒരു 4-5 ഓർഡർ ഇത് ഇത്രയും ഈ പെട്ടെന്ന് കിട്ടിയില്ലായിരുന്നെങ്കിൽ എനിക്ക് ഈ ഒരു എമൗണ്ട് കിട്ടത്തില്ലായിരുന്നു. ആ ഒരു 1-2 ഓർഡറിൻ്റെ എമൗണ്ടിൽ എനിക്ക് മിസ്സായനെ. സോ എനിവേ, അപ്പോൾ അടുത്ത ദിവസം അടുത്ത ട്രിപ്പായി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 11:46 ഇപ്പം തന്നെ രാവിലെ. 32 രൂപ, അത് ഇന്നലത്തെ പൈസയാണ്. ലോങ് റിട്ടേൺസിൻ്റെ റിട്ടേൺ പേ ആണ് വന്നിട്ടുള്ളത്. ലോങ് ഡിസ്റ്റൻസിൻ്റെ ലാസ്റ്റ് ഓർഡർ അത്യാവശ്യം നല്ല ഹൈ ആയിരുന്നു. അതായത് അറൗണ്ട് ഒരു 12-13 കിലോമീറ്ററൊക്കെ ഇവർ തന്നായിരുന്നു. അപ്പോൾ ആ ഒരു റേഞ്ചിൽ വന്നപ്പോൾ എനിക്ക് ബാക്കി വന്ന ആ ഒരു റിട്ടേൺ പേ ആണിത്. അത് തൊട്ട് അടുത്ത ദിവസത്തേക്ക് ആഡായി. കാരണം എനിക്ക് 12 മണിക്ക് ശേഷമാണ് ആ ഒരു ഓർഡർ കംപ്ലീറ്റ് ആയത്. അതുകൊണ്ടാണ് ഇങ്ങനെ വന്നത്. അപ്പോൾ സോ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. സോ ഞാൻ എന്തായാലും ആഴ്ചയിലൊരിക്കൽ ഇതേപോലത്തെ ഒരു വീഡിയോ ചെയ്യാൻ ശ്രമിക്കാം. എല്ലാ ദിവസവും ഇത്രയും ടഫാണ്. സോ ആഴ്ചയിലൊരിക്കൽ നമുക്ക് വീക്കിലി നോക്കാം. സോ ഫസ്റ്റ് ടൈമാണ് എൻ്റെ വീക്കിലിയിൽ എനിക്ക് ഇത്രയും ഒരു പേയ്മെൻറ്റ് വന്നിട്ടുള്ളത്. അറൗണ്ട് വീക്കിലി തന്നെ 5019 രൂപ ആയിട്ടുണ്ട് 3 ദിവസം. അത് ഈ 10-ാം തീയതി എന്ന് പറയുമ്പോൾ ഞാൻ ഉച്ചയ്ക്ക് ഒരു 3:30 ആയപ്പോൾ, അതായത് എൻ്റെ ഓഫ് ടൈം, ഞാൻ ആ സമയത്ത് ഓഫ് ചെയ്തിട്ട് നേരെ വീട്ടിൽ വന്നു. അതുകൊണ്ടാണ് പണി കിട്ടിയത്. അല്ലാതെ ആ സമയത്ത് ഒരു 1500-1800 റേഞ്ചിലേക്ക് കയറിയത്. സോ 1 വീക്ക് 66 ഓർഡേഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ടോട്ടലി. സോ ഇത് എപ്പോഴും കിട്ടണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇതിനൊക്കെ ഓരോ ക്രൈറ്റീരിയയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഓർഡേഴ്സ് ഒന്നും എപ്പോഴും കിട്ടണമെന്ന് നിർബന്ധമില്ല. ഇതിനൊക്കെ ഓരോ ക്രൈറ്റീരിയയും കാര്യങ്ങളുണ്ട്. ക്രൈറ്റീരിയ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നിങ്ങൾ സൊമാറ്റോയുടെ റാങ്കിൽ വന്നിരിക്കണം. പിന്നെ അവരുടെ കുറേ റാങ്ക്സ് ഉണ്ട്. ബ്രോൺസ്, സിൽവർ, ഡയമണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് റാങ്ക് ഉണ്ട്. അപ്പോൾ ആ റാങ്കിൽ ഇപ്പോൾ ഞാനിപ്പോൾ സിൽവർ കഴിഞ്ഞ് ഡയമണ്ടിലേക്ക് പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു റാങ്കിലേക്ക് നിങ്ങൾ എത്രയും പെട്ടെന്ന് കയറണം. പിന്നെ നിങ്ങളുടെ ബാക്കി വേറെയും കുറേ ക്രൈറ്റീരിയാസ് ഉണ്ട്. എത്ര നിങ്ങൾ ഓർഡർ കംപ്ലീറ്റ് ആക്കി, എത്ര ഓർഡർ നിങ്ങൾ ഡിനേ ചെയ്തു, എത്ര ഓർഡർ ക്യാൻസൽ ചെയ്തു, അങ്ങനെയൊക്കെ ക്രൈറ്റീരിയകൾ ഒരുപാട് അതിലും അവർ നോക്കും. സോ അതൊക്കെ ഓവറായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ പണി കിട്ടും. പിന്നെ നിങ്ങളുടെ പോക്കറ്റിൽ എത്ര ബാലൻസ് ഉണ്ട്, അത് നിങ്ങൾ എങ്ങനെ റീചാർജ് ചെയ്തു, സോ ഇതെല്ലാം അവർ അക്സസ് ചെയ്യും. എന്നിട്ടൊക്കെ ഓർഡേഴ്സ് തരുള്ളൂ. പിന്നെ എനിക്ക് പറയാനുള്ള കാര്യം, എല്ലാവർക്കും ഇങ്ങനെ ഓർഡേഴ്സ് കിട്ടാത്ത കാര്യം എന്ന് പറയുന്നത്, പല ആൾക്കാരും ഔട്ട്ഡേറ്റഡ് ആയ ഫോണും കൊണ്ടാണ് സൊമാറ്റോയിലോട്ട് ഇറങ്ങുന്നത്. കാരണം സൊമാറ്റോ എന്നൊക്കെ പറയുമ്പോൾ ഒരു ബിസിനസ് പോലെ നിങ്ങൾ കണക്കാക്കുക. അതായത് ഇപ്പോൾ നിങ്ങളൊരു ബിസിനസ്സിലേക്ക് വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, ഫസ്റ്റ് അവിടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തും. സോ അതേപോലെ നിങ്ങളുടെ വണ്ടി ഒന്ന് കറക്റ്റാക്കി വയ്ക്കുക. പിന്നെ അതോടൊപ്പം മൊബൈൽ ഫോണൊന്ന് നൈസാക്കി വയ്ക്കുക. അത്യാവശ്യം ഒരു 10 രൂപ 12 രൂപ, എൻ്റെ ഉള്ളത് ഒരു 12 രൂപയുടെ ഒരു മോട്ടോയുടെ ഒരു ഫോണാണ്. ഇത് സൊമാറ്റോയ്ക്ക് വേണ്ടി മാത്രം ഞാൻ വെച്ചിരിക്കണം. എൻ്റെ പ്രൈമറി ഫോണിൽ ഓടാൻ പറ്റത്തില്ല, അറിയാമല്ലോ. പ്രൈമറി ഫോൺ എന്ന് പറയുമ്പോൾ നമുക്കൊരു 35,000-40,000 രൂപ ഫോൺ ഒക്കെയാണ് നമ്മുടെ കയ്യിലിരിക്കുകയാണെങ്കിൽ, അത് നമ്മുടെ ബൈക്കിൻ്റെ ഫ്രണ്ടിൽ വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിൻ്റെ OAS-ഉം EAS-ഉം ഒക്കെ അടിച്ചു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, സൊമാറ്റോയ്ക്ക് വേണ്ടി ഒരു 10,000 രൂപ അല്ലെങ്കിൽ 12,000 രൂപയ്ക്ക് വേറെ ഒരു ആപ്പോ കാര്യങ്ങളോ ഒന്നും, അതായത് വാട്സാപ്പോ സോഷ്യൽ മീഡിയ ഒന്നും ഇടാത്ത ഒരു സാധാ ഒരു ഫോൺ. ഇപ്പോൾ മോട്ടോയുടെ ഈ ഫോണാണ് 5G ഉള്ളതിൽ ഏറ്റവും ഈ പറയുന്ന വാല്യൂ ഫോർ മണി ഫോണായിട്ട് ഞാൻ കണക്കാക്കുന്നത്. ജസ്റ്റ് 12,000 രൂപ സംതിങ്ങേ ഉള്ളൂ. അത് നിങ്ങൾക്ക് ഇതിനേക്കാളും ബെറ്റർ ഓപ്ഷൻസ് നിങ്ങൾക്ക് ഇന്ന് അവൈലബിൾ ആണ്. സോ അങ്ങനെ ഏതെങ്കിലും ഒരു മോഡൽ എടുക്കുക, പ്രൈമറി ഫോൺ മാറ്റി വെച്ചിട്ട്, എന്നിട്ട് അത് വെച്ചിട്ട് നിങ്ങൾ സൊമാറ്റോ ഓടുക. പിന്നെ ഒരു ഹെഡ്സെറ്റ് നിങ്ങൾ ചൂസ് ചെയ്യുക. പല ആൾക്കാരും മറ്റേ വയേർഡ് ഹെഡ്സെറ്റാണ് വയ്ക്കുന്നത്. സോ വയേർഡ് ഹെഡ്സെറ്റ് എനിക്കത് കംഫർട്ടബിൾ അല്ല. എനിക്ക് മറ്റേ വയർലെസ് ഹെഡ്സെറ്റാണ് കംഫർട്ടബിൾ. അത് ഞാൻ നെക്ക് ബാൻഡാണ് ചൂസ് ചെയ്യുന്നത്. നെക്ക് ബാൻഡ് ആകുമ്പോൾ ചാർജ് നിൽക്കും. മറ്റേ സാധാ ഇയർ പീസ് ആകുമ്പോഴത്തേക്കും അധികം ചാർജ് നിൽക്കത്തില്ല. 3-4 മണിക്കൂർ ആകുമ്പോൾ അതങ്ങ് തീരും. അപ്പോൾ നെക്ക് ബാൻഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 1 ഡേ ഫുൾ അത് ചാർജ് നിൽക്കും. പിന്നെ നെക്ക് ബാൻഡിൽ അത്യാവശ്യം 1500 രൂപയൊക്കെ കൊടുക്കാമെങ്കിൽ, ഞാൻ യൂസ് ചെയ്ത റിയൽമി ആണ്, എൻ്റെത് മറ്റേ ബുള്ളറ്റ് ടൈപ്പ് അല്ല. സോ അതുകൊണ്ട് കുറച്ച് നേരം നമുക്ക് ലോങ് വയ്ക്കാം. സോ അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ട്. സോ ഞാനിതൊക്കെ എൻ്റെ ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ്. അപ്പോൾ കുറച്ചുകൂടെ ഫ്ലെക്സിബിൾ ആവാൻ പറ്റും. പിന്നെ ബാത്റൂമൊക്കെ എവിടെയാണ് യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നും ഞാൻ പെട്രോൾ പമ്പിൽ പോകാറുണ്ട്, അല്ലെങ്കിൽ ഉച്ചയ്ക്ക് കഴിക്കാൻ ഏതെങ്കിലും നല്ല ഹോട്ടലിൽ പോകാറുണ്ട്. ആ ടൈം പോകാറുണ്ട്. ഇതൊക്കെ തന്നെയാണ് മെയിനായിട്ട് ഞാൻ യൂസ് ചെയ്തത്. കാരണം നമ്മുടെ സിറ്റിയിൽ ഒരുപാട് സ്ഥലത്ത് ഇപ്പോഴും ബാത്റൂമും കാര്യങ്ങളൊന്നും അവൈലബിൾ അല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ റൈഡേഴ്സോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇപ്പോൾ പെട്ടെന്ന് പോയിട്ട് പെട്രോൾ പമ്പിലാണ് ശരണം നമ്മുടെ എല്ലാവരുടെയും. അല്ലാതെ വേറൊരു ഓപ്ഷൻ ഇല്ല. അപ്പോൾ എന്തായാലും നമുക്കിനി മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. സോ ഈ വീഡിയോ ആരെങ്കിലുമൊക്കെ കാണുന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് കമൻറ്റിൽ ഹായ് ഇട്ടേക്കണേ. കാരണം നിങ്ങൾ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രം നിങ്ങളുടെ അഭിപ്രായം കാര്യങ്ങളൊക്കെ പറയുക. അതോടൊപ്പം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണും വരെ സലാം.